പരിശീലനം പൂർത്തിയാക്കിയ 31A ബാച്ചിലെ 141 സബ് ഇൻസ്പെക്ടർമാർ പോലീസ് സേനയിൽ. കേരളത്തിലെ പോലീസ് സേന ആർജിച്ച കഴിവ് പെട്ടെന്ന് ഉണ്ടായതല്ലെന്നും അതിന് ഇരുണ്ടകാല ചരിത്രമുണ്ട്. ഇനിയും പോലീസിന്റെ സേവനം ജനസൌഹൃദമാകണം. പരിശീലനം പൂർത്തിയാക്കിയ 31A ബാച്ചിലെ 141 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിന് കേരള പോലീസ് അക്കാദമിയിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31A ബാച്ചിലെ 141 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൌണ്ടിൽ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ച് സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ്, IGP ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി A. അക്ബർ എന്നിവരും സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പരിശീലനാർത്ഥികളുടെ ബന്ധുമിത്രാദികളും ചടങ്ങ് വീക്ഷിക്കാനെത്തി. പരിശീലനത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രോഫികൾ സമ്മാനിച്ചു. 2023 നവംബർ 14-നാണ് പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെ പരിശീലനം കേരള പോലീസ് അക്കാദമിയിൽ ആരംഭിക്കുന്നത്. ഒരു വർഷക്കാലത്തെ അടിസ്ഥാന പരിശീലനത്തിന്റെ ഭാഗമായി ഔട്ട്ഡോർ വിഭാഗത്തിൽ പരേഡ്, ശാരീരിക ക്ഷമതാ പരിശീലനം എന്നിവയ്ക്ക് പുറമെ ഷീൽഡ് ആൻഡ് ലാത്തി ഡ്രിൽ, 1 മിനിറ്റ് ഡ്രിൽ, സെറിമോണിയൽ ഡ്രിൽ, സ്വാഡ് ഡ്രിൽ, ക്രെയിൻ ഡ്രിൽ, മോബ് ഓപ്പറേഷൻ, ഒബ്സ്റ്റക്കിൾ കോഴ്സ്, ഫീൽഡ് ക്രാഫ്റ്റ് ആൻഡ് മാപ്പ് റീഡിംഗ്, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ, കരാട്ടെ, യോഗ, നീന്തൽ, ഡ്രൈവിംഗ് എന്നിവയിലും വിദഗ്ധ പരിശീലനം നൽകി. കൂടാതെ SOGയുടെ കീഴിൽ കമാൻഡോ ട്രെയിനിംഗ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ്, കോസ്റ്റൽ സെക്യൂരിറ്റി ട്രെയിനിംഗ് എന്നിവയിലും AK-47, ഥാർ, ഇൻസാസ്, SLR, MLG, ഗ്ലോക്ക് പിസ്റ്റൽ, 9mm പിസ്റ്റൽ, കാർബൈൻ എന്നിവയിൽ ഫയറിംഗ് പരിശീലനവും നൽകി. ഇൻഡോർ വിഭാഗത്തിൽ ഇന്ത്യൻ ഭരണഘടന, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, തെളിവ് നിയമം, മറ്റു നിയമങ്ങൾ, പോലീസ് സ്റ്റേഷൻ മാനേജ്മെന്റ്, ട്രാഫിക് മാനേജ്മെന്റ്, കേസ് അന്വേഷണം, VIP ബന്ദോബസ്ത്, ഇന്റേണൽ സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഫോറൻസിക് സയൻസ്, ഫോറൻസിക് മെഡിസിൻ, കമ്പ്യൂട്ടർ, സൈബർ കുറ്റകൃത്യങ്ങൾ, ക്രിമിനോളജി, പീനോളജി, വിക്ടിമോളജി, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൌരന്മാർ, ജെൻഡർ ന്യൂട്രൽസ് തുടങ്ങിയവരോടുള്ള പെരുമാറ്റം, പരിസ്ഥിതിക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് റൂം പരിശീലനവും നൽകി. കേരളം സമീപകാലത്ത് നേരിട്ട പ്രളയക്കെടുതികൾ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഷയത്തിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിലെ വിദഗ്ധർ പരിശീലനം നൽകി. സർക്കാർ വിഭാവനം ചെയ്യുന്ന തരത്തിൽ നവകേരള സൃഷ്ടിക്കായി പോലീസിന്റെ തൊഴിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തുന്നതിനും പോലീസിന്റെ ആപ്തവാക്യമായ മൃദുഭാവേ ദൃഢകൃത്യേ അന്വർത്ഥമാക്കുന്നതിനും ഉതകുന്ന രീതിയിലുള്ള പരിശീലനമാണ് നൽകിയത്. കോസ്റ്റൽ സെക്യൂരിറ്റി പ്രായോഗിക പരിശീലനം കൊച്ചി നേവൽ ബേസിലും ഫോർട്ട് കൊച്ചി തീരദേശ പോലീസ് സ്റ്റേഷനിലും, ഫോറൻസിക് മെഡിസിൻ പ്രായോഗിക പരിശീലനം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ലഭ്യമാക്കി. പരിശീലന കാലയളവിൽ തന്നെ പ്രായോഗിക പരിശീലനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി തൃശൂർ ജില്ലയിലും തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള ക്രമസമാധാന പാലന ഡ്യൂട്ടിക്കും നിയോഗിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുന്നംകുളത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ VVIP ഡ്യൂട്ടിക്കും നിയോഗിച്ചു. തൃശൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രായോഗിക പരിശീലനം നൽകി. 141 പരിശീലനാർത്ഥികളിൽ 56 പേർ വിവാഹിതരാണ്. തിരുവനന്തപുരം 27, കൊല്ലം 20, പത്തനംതിട്ട 5, ആലപ്പുഴ 8, കോട്ടയം 8, ഇടുക്കി 2, എറണാകുളം 14, തൃശൂർ 10, പാലക്കാട് 12, മലപ്പുറം 6, കോഴിക്കോട് 8, വയനാട് 4, കണ്ണൂർ 10, കാസർഗോഡ് 7 എന്നിങ്ങനെയാണ് പരിശീലനാർത്ഥികളുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. പരിശീലനം പൂർത്തിയാക്കിയവരിൽ PhD 1, BTech 41, MTech 6, MBA 8, ബിരുദാനന്തര ബിരുദം 24, ബിരുദം 60 പേർ എന്നിങ്ങനെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് ഒരു പോറലും തട്ടാതിരിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഭദ്രമായ ക്രമസമാധാന നില പാലിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിലും ഒരു ഘടകം പോലീസിന്റെ പ്രവർത്തനം തന്നെയാണ്. ഇവിടെ ക്രമസമാധാനം